ദിലീപേട്ട അതുപോലെ ഈ സിനിമയെ കുറച്ച് പറഞ്ഞ പോലത്തെ ഒരു ഡയലോഗ് ഉണ്ട്, അതായത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടേതായിരിക്കണം, മറ്റൊരാളുടേതാവരുത് എന്നുള്ളത്. ശരിക്കും സോഷ്യൽ മീഡിയയിലുള്ള ഒരാൾക്കും പ്രൈവസി ഇല്ല എന്ന് പറഞ്ഞല്ലോ, അത് തന്നെയാണോ അങ്ങനെ ഒരു ഡയലോഗ് ഇച്ചിരി ഇമോഷണലി അത് പറയാനൊരു കാരണം? അതെ, ഇമോഷണലി ശരിക്കും അത് പ്രിൻസ് എന്ന കഥാപാത്രം സംസാരിച്ചിരിക്കുന്നതാണ്. ഈ സിനിമയ്ക്ക് ഉള്ളൊരു വലിയ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇത് ഇന്നത്തെ അവസ്ഥകളിൽ അല്ലെങ്കിൽ ഇത് ആനുകാലിക സംഭവമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയത്തെയാണ് ശരിക്കും പറഞ്ഞ ഈ കൊച്ചു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ലൈഫിനെ, കാരണം നമ്മളെല്ലാവരും ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു 95-99% ആൾക്കാരും അതിൽ സജീവമാണ് അല്ലേ? അപ്പം അതിൽ എടുത്തു വെക്കുന്ന അഭിപ്രായങ്ങൾ സത്യസന്ധമാണ്. എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മളുടെ അഭിപ്രായമാണ്. അത് വേറൊക്കെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. കാരണം അത് ഒരാളൊരു കാര്യം പറഞ്ഞാൽ അത് തന്നെയാണെന്ന് അങ്ങനെയല്ല. ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിഭിന്ന അഭിപ്രായങ്ങളുണ്ടാവും ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ട്, ഒരു കാര്യത്തെക്കുറിച്ചിട്ട്. അപ്പം അതുപോലെ തന്നെ പക്ഷേ ഈ ഒരു സിനിമ ഗംഭീര വിജയമാക്കുന്നത് അതിലെ എല്ലാവരുടെ ടേസ്റ്റും എല്ലാവരുടെ അഭിപ്രായവും എല്ലാം ഒരേ പോയിന്റിലേക്ക് വരുമ്പോഴാണ് സൂപ്പറായിട്ട് കേട്ടോ, ഗംഭീരമായിട്ട് കേട്ടോ, നല്ലതാണെന്ന് പറയുന്നത്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്ഷണം പാചകം ചെയ്യുന്ന പോലെയാണ്. നമുക്ക് അറിഞ്ഞൂടെ ഇതിൻ്റെ ചേരുവകൾ നമ്മൾ ഉദ്ദേശിച്ചിടുന്നു, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആവുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സിനിമയും. ആ ചേരുവകളുടെ ഫോമുകൾ നമുക്ക് അറിയയില്ല, അത് സംഭവിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ആ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പം അതിനെക്കുറിച്ചാണ് ആ സിനിമ പറയാം. പിന്നെ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം, ഇക്കയുടെ അഭിപ്രായം പറയാം. പക്ഷെ അത് മറ്റുള്ള ആൾക്കാരുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലാവരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. സത്യം പറഞ്ഞാൽ ഉർവശി ചേച്ചി ഇതിൽ ഒരു ക്യാമിയോ റോളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ക്യാരക്ടറിൻ്റെ ആ പറയുന്നതിൻ്റെ പ്രസക്തി നമ്മുടെ ലൈഫിൽ വളരെ അല്ലേ എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് തിയേറ്ററിൽ അത്രയും കയ്യടി ഉണ്ടാക്കുന്നത്. അത് അതുപോലെ വാല്യൂ ഉള്ള ഇന്ന് നമ്മളുടെ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ മലയാള സിനിമയുടെ, അത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു നായികയാണ് അത് സംസാരിക്കുന്നത്. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം ആ വേഷം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വന്നു നിന്നത് ഉർവശി ചേച്ചിയിലാണ്. ഞങ്ങൾക്ക് വേറൊരു മുഖം ഞങ്ങളുടെ മുമ്പിൽ വന്നില്ല. ഞങ്ങൾ ഉർവശി ചേച്ചിയുടെ അടുത്താണ് പോയിട്ട് ചേച്ചി ഈ വേഷമൊന്നും ചെയ്യണം, കാരണം ഈ സിനിമയ്ക്ക് ചേച്ചിനെ ആവശ്യമാണ്. ചേച്ചിക്ക് ചിലപ്പോൾ ഈ സിനിമ ആവശ്യമില്ലായിരിക്കും, പക്ഷേ ഈ സിനിമയിൽ ഈ കാര്യം പറയേണ്ടത് ചേച്ചിയായിരിക്കണം. കാരണം ഇപ്പം നമ്മൾ സംസാരിക്കുന്ന മീഡിയ സുഹൃത്തുക്കളോടാണ്. നിങ്ങൾക്ക് പോലും അതിനോട് ദേഷ്യം തോന്നിയില്ല. ഇപ്പം നിങ്ങളെല്ലാവരും ഓരോ ദിവസവും ക്യാമറയും മൈക്കുമായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ എത്ര പ്രഷറിലാണെന്ന് നമുക്കറിയാം. നിങ്ങളുടെ ടോപ്പ് ബോഡീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രഷർ. അതുകൊണ്ടാണ് നമ്മൾക്ക് നിങ്ങളോട് ശത്രുതയോ അല്ലെങ്കിൽ നിങ്ങളോട് പരിഭവമൊന്നുമില്ല. സങ്കടമുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ നിങ്ങളുടെ വിഷയങ്ങൾ, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെ അഭിനയിച്ചൊരു സിനിമയാണ് സ്വന്തം ലേഖകൻ എന്ന് പറഞ്ഞ സൊല്ലെ എന്ന് പറഞ്ഞ ചിത്രം. ആ സിനിമ ചെയ്യുമ്പോൾ ഒരു പത്രപ്രവർത്തകനോ ഒരു മാധ്യമ സുഹൃത്തോ എത്രത്തോളം അവനവൻ്റെ ലൈഫിൽ എടുക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും, നിങ്ങളെല്ലാവരും ഡിപ്രഷനിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങൾക്ക് സത്യസന്ധമായി പറഞ്ഞാൽ രാവിലെ നിങ്ങൾ ജോലിക്ക് ഇറങ്ങുമ്പോൾ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ കാര്യം പോലും മര്യാദയ്ക്ക് നോക്കാൻ പറ്റുന്നില്ല. ശരിയല്ലേ? അങ്ങനെ ഒരുപാട് പ്രഷറിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറയുമ്പോൾ നമ്മൾ എന്തിലേക്ക് പോകുമ്പോഴും അതിൻ്റെ സത്യം എന്താണ് എന്നൊന്ന് അറിയണേ എന്നുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റത്തും വേറൊരാളുടെ ജീവിതമുണ്ട്, വേറൊരാളുടെ കുടുംബമുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനമാക്കിയാൽ പറയണത് അഭിപ്രായങ്ങൾ പറയാം, അതും നമ്മുടേത് മാത്രമായിരിക്കണം എന്ന് പറയണത് അതുകൊണ്ടാണ്. അത് ഈ സിനിമയിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇതൊരു അല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു പിന്നെ അതിൻ്റെ ടാർഗറ്റാവും, അതിൻ്റെ പ്രശ്നങ്ങളാവും. ഇത് സംസാരിച്ചിരിക്കുന്നത് ഈ സിനിമയിലെ ഈ കഥയിലെ കഥാപാത്രമാണ്. ദിലീപേട്ട ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ വന്ന റിവ്യൂസിനെ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു അശ്വന്ത് ഗോക്കിന്റെ. അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള റിവ്യൂസ് വെച്ചിട്ട് ദിലീപേട്ടന്റെ എല്ലാ പടങ്ങളിലും ഭയങ്കര നെഗറ്റീവായിട്ടാണ് പറയുന്നത്. അത് ദിലീപേട്ടനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ, സിനിമയുടെ ഇതാണ് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അത് അല്ല, പറഞ്ഞല്ലോ നേരത്തെ, അഭിപ്രായങ്ങൾ പറയാം, അത് വ്യക്തിപരമായിരിക്കണം. അല്ലാതെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരോടും പറയുന്നത്, നമ്മൾ ഒരു കാര്യം നമ്മൾക്ക് വേണം തോന്നുക അല്ലെങ്കിൽ കാണണം തോന്നുക കഴിക്കണം തോന്നുക
അത് ഫീൽ ചെയ്യണമെന്ന് തോന്നുക എന്നുള്ളത് നമ്മളുടെ സെൻസ് കളയരുത്. നമ്മൾ ഇത്രയും കാലം സിനിമകൾ കണ്ടും നമ്മൾ ഒരുപാട് ഹിറ്റുകൾ പല നമ്മളുടെ സീനിയർ ആക്ടേഴ്സിൻ്റെ ആണെങ്കിലും നമ്മുടെയൊക്കെ ആണെങ്കിലും ഹിറ്റുകൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ സജീവമാവുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും ഈ സിനിമകൾ കാണുന്നത്, നമ്മൾ ആ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എല്ലാം ഈ റേറ്റിംഗ് നോക്കിയിട്ടോ റിവ്യൂസ് നോക്കിയിട്ടോ ആയിരുന്നില്ല. അന്ന് നമ്മൾക്ക് എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. ഇപ്പോൾ ആ കപ്പാസിറ്റി നമ്മൾ മനഃപൂർവ്വം ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ലൈഫിൽ നമ്മളത് കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് നമുക്ക് വളരെ കേടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം, നമ്മൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ള അറിയാനുള്ള ആ അവസ്ഥകൾ അല്ലെങ്കിൽ ആ അവസരം നമ്മൾ തന്നെ നമ്മൾക്ക് ഇല്ലാണ്ടാക്കുകയാണ്. അതുകൊണ്ട് എല്ലാം കേൾക്കാം, എല്ലാം കാണാം, പക്ഷേ എടുക്കുന്ന തീരുമാനം അത് നമ്മളുടേത് മാത്രമായിരിക്കണം. അതിൻ്റെ മാസ്റ്റർ നമ്മളായിരിക്കണം, നമ്മളുടെ ബോസ് നമ്മളായിരിക്കണം. അത് വേറൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും പല സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ റിവ്യൂ കണ്ടിരുന്നു, അതിലന്ന് മോശമായിട്ട് കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ ആ സിനിമ കണ്ടില്ല. ടി വിയിലും വന്ന് കണ്ടപ്പോൾ ഒയ്യോ ഈ സിനിമയാണല്ലോ നമുക്ക് നഷ്ടമായത് തിയേറ്ററിൽ. എന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മൾക്ക് സമയമുള്ളപ്പോൾ ഇന്ന് നമ്മൾക്ക് ഉള്ള ഏറ്റവും എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ കയ്യിലുള്ളത് സിനിമയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ എല്ലാവർക്കും 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്രയും വിലയുള്ളതാണ്. ആ വിലയുള്ള സമയം നമ്മൾ കൊണ്ടുപോയി നമ്മളവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ തിയേറ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ സെൻസ് ഉണ്ടാവണം, ഇത് നമുക്ക് കാണണം. അതാണ് അത്. വേറെ ആളെ ഞാൻ ആരെ മോശമാവുന്നില്ല, കാരണം ഇന്ന് ഇത് ജോലിയുടെ ഭാഗമാണ്, അത് അവരുടെ ജോലിയാണ്. കാരണം അവർക്ക് അതിൽ നിന്ന് വരുമാനമുണ്ട്. അത് ചിലപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ടക്ക് എന്ന് പറഞ്ഞ് ക്യാച്ച് ചെയ്യാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിക്ക് പോകും. പക്ഷെ നമ്മൾ ആസ്വാദകർ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ സെൻസ് നമ്മൾ കളയരുത്. റിവ്യൂസ് കാണാം, റിവ്യൂസ് കേൾക്കാം, റേറ്റിംഗ് കാണാം, എല്ലാവാം. പക്ഷേ ഏതൊരാളുടെ സിനിമ കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ, ആ സിനിമ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ 12,000 കുടുംബങ്ങളാണ്. അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന 100 രൂപ, നിങ്ങൾ എത്ര രൂപ വെറുതെ കളയുന്നുണ്ട്? അതിൽ നിന്നൊരു 100 രൂപ 150 രൂപ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. നിങ്ങളറിയാതെ നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റിയാണ് സത്യം പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം, അങ്ങനെയായിട്ട് കണ്ടുകൂടി, അങ്ങനെ കാണാം. നമ്മൾ എങ്ങനെ ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിൻ്റെ നന്മ എല്ലാവരിലും ഉണ്ടാവും. നമ്മൾ എന്തിനാ നെഗറ്റിവിറ്റി പേറി കൊണ്ട് നടക്കണം? അല്ല ഒരാളെ മോശമായിട്ട്, ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ട് ഡിസ്ലൈക്ക് അടിക്കുകയോ ഞാൻ ഒരാളെ കുറിച്ച് മോശമായിട്ട് ഒരു വേർഡ് എഴുതി കുറിച്ചിട്ടിട്ടോ ഇല്ല. എന്നിട്ടോ എനിക്കൊരാളുടെ കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അയാളോട് വ്യക്തിപരമായി പറയും, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ചെയ്യല്ലേ കേട്ടോ, അല്ല ഇത് മോശം കേട്ടോ, എനിക്കൊന്നൊരു കറക്റ്റ് ചെയ്തൂടെ. അത് ഞാൻ ഉടനെ പോയി അതിനോട് പറയേണ്ട കാര്യമില്ല. എനിക്ക് അറിയാവുന്ന വ്യക്തിയാണ് പറയും, അല്ലേ വേണ്ടായിരിക്കും. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ.